കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് ഒരു ഒറ്റക്കയ്യൻ രക്ഷപ്പെടുന്നു. പുലർച്ചെ 1:15 ഈ ക്രൂരനായ കുറ്റവാളി രക്ഷപ്പെട്ടത് പോലീസുകാർ അറിഞ്ഞില്ല. ഏകദേശം 5:30 ജയിൽ അധികൃതർ ഈ വിവരം അറിയുന്നത്. അതിനുശേഷം 7:10 പുറംലോകം ഈ വിവരം അറിയുന്നത്. ഈ ഗോവിന്ദചാമി എങ്ങനെയാണ് ജയിൽ ചാടിയത്, എങ്ങനെയാണ് പിടികൂടിയത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിനിടയിൽ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗോവിന്ദചാമിയുടെ മതവും പേരും. അതായത് പ്രധാനമായിട്ട് ഇവർ സെർച്ച് ചെയ്യുന്നത് മതവും പേരാണ്. കേരളത്തിൽ ഒട്ടും അറിയതില്ലാത്ത ഒരു ചാനലിലെ ചാർലി തോമസ് എന്നാണെന്ന് ഞാൻ കണ്ടു. എന്തായാലും ഞാൻ റിലീജൻ ഏതാണെന്ന് തിരയാൻ പോയില്ല. കുറ്റവാളികളുടെ മതം തിരയുന്ന നല്ലവരായ തീവ്രവാദികൾക്ക്, അതായത് കുറ്റവാളികളുടെ വരെ മതം തിരയുന്ന ആളുകളാണ് ഇവര്. പറയാൻ പറ്റില്ല, മതമാണല്ലോ ഒരുവിധ എല്ലാ കാര്യങ്ങളും കുറ്റങ്ങൾക്കും കാരണമാവണത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും തിരയുണ്ടാവുക. അപ്പൊ അങ്ങനെ കുറ്റവാളികളുടെ മതം തിരയുന്ന തീവ്രവാദികൾക്ക് എന്റെ ഒരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പേര് ഇവിടെ പറഞ്ഞു കേട്ടാ. ഇനി ഈ ഗോവിന്ദചാമിയെ ജയിലിൽ ഇട്ടത് ഒരു കൊലപാതക കുറ്റത്തിനും റേപ്പ് കേസിനും മാത്രമല്ല. ഇയാള് സമൂഹത്തിന് ഭീഷണിയാകുമെന്ന് കോടതിക്ക് നല്ല ബോധ്യം കൂടി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായത് കൊണ്ട് കൂടിയാണ്. സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനാണ് ഇയാള്. അതുപോലെ കൊടും ക്രൂരനായ, കണ്ണിൽ ചോരയില്ലാത്ത കൊടും കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ജയിൽ ചാട്ടം എന്നത് വെറും ഒരു രക്ഷപ്പെടലായിരുന്നില്ല, പൊതുജനങ്ങൾക്ക് വീണ്ടും ഭീഷണിയാകുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഒരാളെ ജയിലിൽ ചാടാൻ അനുവദിച്ചവരെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത സംസ്ഥാനമാണ് കേരളം എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിലാണ് ഇതുപോലൊരു കുറ്റവാളിയെ ജയിലിൽ ചാടാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് ശരിക്കും? ഇയാൾ ഒരു ഒറ്റക്കയ്യൻ കൂടിയാണ്, അതും കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും ജയിലിൽ ചാടി, നാണക്കേട് പെട്ടെന്ന് തന്നെ പിടിച്ചതുകൊണ്ട് കുറച്ച് സമാധാനം നമ്മുടെ കേരള പോലീസിന് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് എനിക്ക് തോന്നുന്നത്, എന്റെ അറിവ് അനുസരിച്ചിട്ട് കൂടുതൽ സുരക്ഷ നൽകിയിരിക്കും. ഇതിപ്പോൾ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമാക്കി. സ്വാഭാവികമായിട്ട് ജയിലിൽ സുരക്ഷ ഇയാളെ കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഇയാളാണെങ്കിൽ അത്ര വെടുപ്പുള്ള ആളല്ല. അതായത് അത്രയും കൊടും കുറ്റവാളി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് മുമ്പ് വാർത്തകളും വന്നിരുന്നു. അങ്ങനെ ഒരാൾക്ക് നല്ല സുരക്ഷ കൊടുക്കേണ്ടത് ഇവർ ഉത്തരവാദിത്തമായിരുന്നില്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാം. ഗോവിന്ദചാമി ഇത് 1 മാസത്തെ പ്ലാനിങ് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് മാസങ്ങളോളം നീണ്ട ഒരുക്കങ്ങൾ ഈ ജയിൽ ചാട്ടത്തിന് പിന്നിലുണ്ടെന്നാണ്. അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പാണ്. ആദ്യം ശരീരഭാരം കുറയ്ക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇടുങ്ങിയ വിടവുകളിലൂടെ കടന്നു പോകാൻ വേണ്ടിയായിരുന്നത്. സാധാരണ രീതിയിൽ ഇയാൾ ചോറിനാതെ ഡോക്ടറെ കുറിപ്പടി വാങ്ങി ദിവസങ്ങളോളം ചപ്പാത്തി മാത്രം കഴിച്ച് വ്യായാമം ചെയ്ത അയാൾ ശരീരഭാരം പകുതിയാക്കിയിട്ട് കുറച്ചത്രേ. പിന്നീട് വേണ്ടത് എന്താണ്? രക്ഷപ്പെടാനുള്ള ടൂൾസ് ആണ്. ജയിലിന്റെ അടുത്തൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഗോവിന്ദചാമി ഒരു ഹാക്സോ ബ്ലേഡ് ഒപ്പിച്ചത്. അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന ഒരു സഹതടവുകാരൻ വഴിയാണ് ഇത് കിട്ടിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിലെ കമ്പികൾ മുറിച്ചു മാറ്റി. കമ്പികൾ മുറിച്ചതും ആരും അറിയാതിരിക്കാൻ മുറിച്ച ഭാഗത്ത് നൂൽ കെട്ടിവെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, കമ്പികൾ വേഗത്തിൽ മുറിയാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പും പുരട്ടി തുരുമ്പെടുക്കാൻ സഹായിച്ചെന്നും അയാൾ ചോദ്യം ചെയ്യൽ സമ്മതിച്ചിട്ടുണ്ട്. എന്ത് ബുദ്ധിയല്ലേ ഈ കാട്ടുകളില്! ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ജയിലിൽ കിടന്ന ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും കൈകൾ ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു പോയിന്റിൽ സംശയം എന്തായാലും തോന്നിയിരിക്കും, ആർക്കായാലും തോന്നിയിരിക്കും. അതുപോലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റ് സഹായങ്ങളും അയാൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ തടവുകാരുടെ തുണികളും ഉണക്കാനിട്ടിരിക്കുന്ന തുണികളും ശേഖരിച്ചിട്ട് കൂട്ടിക്കെട്ടി ഒരു നീണ്ട കയറുണ്ടാക്കി. ജയിലിന്റെ മതിൽ കയറാൻ വേണ്ടി പാൽപാത്രങ്ങളും കന്നാസങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചു. ഈ പ്ലാനിന്റെ സങ്കീർണത കാണുമ്പോൾ ജയിലിനുള്ളിലെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എത്രമാത്രം ദുർബലമാണെന്ന് മനസ്സിലാക്കാം. ഒരാൾ ശരീരഭാരം കുറയ്ക്കുന്നു, നിർമ്മാണ സ്ഥലത്ത് നിന്ന് ഉപകരണങ്ങൾ സംഘടിപ്പിക്കുന്നു, കയറുണ്ടാക്കുന്നു. ഇതൊന്നും ജയിൽ അധികാരികൾ അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ്. എല്ലാം പ്ലാൻ ചെയ്ത ശേഷം 2025 ജൂലൈ 25, അതായത് ഇന്ന് പുലർച്ചെ 1:15 ഗോവിന്ദചാമി രക്ഷപ്പെടുന്നത്. അയാൾ കിടന്നിരുന്നത് മതിയായ വെളിച്ചമില്ലാത്ത 10ാം ബ്ലോക്കിലെ സെല്ലിലായിരുന്നു. ഇരുട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ നല്ലൊരു മറയായി മാറി. സെല്ലിലെ 2 ഇരുമ്പ് കമ്പികൾ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റി. താഴത്തെ കമ്പികളാണ് മുറിച്ചത്. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം 2 വലിയ ഡ്രമ്മുകൾ ഉപയോഗിച്ച് ഫെൻസിംഗ് കമ്പിക്ക് മുകളിലൂടെ കയറി. എന്നിട്ട് താൻ ഉണ്ടാക്കി വെച്ച തുണിക്കയർ ഫെൻസിംഗ് തൂണിൽ കെട്ടി. ഫെൻസിംഗ് തൂണിന്റെ മുകളിൽ ആ തുണിക്കയർ കെട്ടി. അത് ഉപയോഗിച്ചിട്ട് ആകാശവാണിക്ക് സമീപമുള്ള പുറമതിലൂടെ താഴേക്ക് ഇറങ്ങി. ജയിലിനകത്തെ ഒരു മതിലും വലിയൊരു പുറമതിലും ഉണ്ട്. ക്വാറന്റൈൻ ബ്ലോക്കിന് സമീപത്തു കൂടിയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുലർച്ചെ 1:10, അതായത് ഗോവിന്ദചാമി രക്ഷപ്പെടുന്നതിനും വെറും 5 മിനിറ്റ് മുമ്പ് ഒരു വാർഡൻ ഇയാളുടെ സെല്ല് പരിശോധിച്ചിരുന്നു. പക്ഷെ ഗോവിന്ദചാമി പുതപ്പും പൊതുകോലയും ഉപയോഗിച്ച് മൂടിക്കിടന്നിരുന്നുകൊണ്ട് വാർഡന് സംശയം തോന്നിയില്ല. അയാൾ ഒരു ടോർച്ച് അടിച്ച് നോക്കി തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. കത്തി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഒരു ജയിൽ ചാട്ട രംഗം. അതില് എന്ത് സിമ്പിൾ ആയിട്ടാണ് ആ ഒരു പ്രതി ചാടിയിട്ടുള്ളത്. വിജയല്ല പറയുന്നത്,
ആ ഒരു പ്രതി, അതിൽ ആദ്യം ഒരു പ്രതി ചാടുന്നുണ്ട്. ആ പ്രതി ചാടുന്നത് എന്ത് സിമ്പിൾ ആയിട്ടാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും ഒരു ജയിലിൽ നടക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും സുരക്ഷയൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിപ്പോ നടത്തി കാണിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇവിടെയുള്ള ജയിലില് അധികൃതർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒറ്റ കൈനാണ് റിയൽ ലൈഫിൽ ഇങ്ങനെ ചാടി കടന്നത്. രക്ഷപ്പെട്ട ശേഷം ഗോവിന്ദചാമി ജയിലിലെ വെള്ള യൂണിഫോം മാറ്റി 1000-ലധികം തടവുകാരുള്ള അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അത് തത്സമയം കണ്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. CCTV വെറുതെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായി മാറിയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് മാത്രമല്ല, മാറാൻ വേണ്ടിയിട്ടുള്ള ഈ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ഒരു ഡൗട്ട് തന്നെയാണ്. രാവിലെ സെല്ല് പരിശോധനയ്ക്കിടെയാണ് ജയിൽ ചാട്ടം കണ്ടെത്തിയത്. ഗോവിന്ദചാമിയുടെ ബ്ലോക്കിലെ ഓരോ സെല്ലും പരിശോധിച്ചതിന് ശേഷമാണ് രക്ഷപ്പെട്ടത് ഗോവിന്ദചാമിയാണെന്ന് ജയിലിൽ അധികൃതർ തിരിച്ചറിഞ്ഞത്. രക്ഷപ്പെട്ട് മണിക്കൂറുകളോളം ഗോവിന്ദചാമി പുറത്ത് സ്വതന്ത്രനായി ചുറ്റി നടന്നു. രാവിലെ 6 മണിയോടെയാണ് പോലീസ് ജയിൽ ചാട്ടം സ്ഥിരീകരിക്കുന്നത്. ജയിൽ അധികാരികൾ പോലീസിനെ അറിയിക്കുന്നത് രാവിലെ 7:10ഓടെയാണ്. ജയിലിനുള്ളിൽ രക്ഷപ്പെട്ടത് ആരാണെന്ന് തിരിച്ചറിയാൻ 3 മണിക്കൂർ എടുത്തു. പോലീസിനെ അറിയിക്കാൻ അതിലും കൂടുതൽ സമയമെടുത്തു. ഈ കാലതാമസം ഗോവിന്ദചാമിക്ക് വലിയൊരു ലീഡ് നൽകി. 1:15 രക്ഷപ്പെട്ട ഒരാൾക്ക് രാവിലെ 6-7 മണി വരെ, 6 മണി മുതൽ 7 മണി വരെ ആരും അറിയാതെ പുറത്ത് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അത് പിടികൂടാനുള്ള ശ്രമങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഉറപ്പല്ലേ? ഇത് ജയിലിനുള്ള കാര്യക്ഷമതയില്ലായ്മയും സുരക്ഷാ നടപടികളിലെ പരാജയം തന്നെയാണ് വ്യക്തമാക്കുന്നത്. രക്ഷപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഗോവിന്ദചാമിയെ അടുത്തിടെ ജയിലിൽ വന്ന് കണ്ട ആളുകളുടെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളോട് വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും ആ സമയത്ത് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ കാവൽ നിൽക്കാൻ മിടുക്കരല്ലെങ്കിലും പിടികൂടാൻ നല്ല മിടുക്കരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കണ്ണൂർ നഗരത്തിലെ തളാപ്പിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലെ ഒരു കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാള്. ആര്? ഈ ഗോവിന്ദചാമി. പിടികൂടിയ ശേഷം ഇയാളെ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യലിൽ താൻ 1.5 മാസത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ജയിൽ ചാടിയെന്ന് ഗോവിന്ദചാമി സമ്മതിച്ചു. രക്ഷപ്പെട്ട ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിരുന്നു തന്റെ ഉദ്ദേശമെന്നും വഴിയിൽ മോഷണം നടത്താൻ വീടുകൾക്ക് സമീപമെത്തിയെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. കിണറ്റിൽ ഒളിച്ചിരുന്നപ്പോൾ ആദ്യം കണ്ടെത്തിയ ആളെ കുത്തിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ കിണറ്റിലിറങ്ങി എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് ഫിറ്റ്നസ് ഇല്ലാതെ ഒരാൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കിണറ്റിൽ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടു. അതുപോലെ എനിക്കടക്കം ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, ഒറ്റക്കൈനായി ഇയാൾ എങ്ങനെ ജയില് ഇത്രയും നീളമുള്ള മതിൽ എങ്ങനെയൊക്കെ ചാടി കടന്നു എന്നൊക്കെ. എന്തൊക്കെ കന്നാസ് വെച്ചിട്ടായാലും കടലാസ് വെച്ചിട്ടായാലും ഒരു കൈ മാത്രമുള്ള അയാൾ എങ്ങനെ ചാടി കടന്നു? അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, അയാൾ കിണറ്റിൽ ഇറങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന്. ഒറ്റ കൈയും വെച്ച് കിണറ്റിൽ ഇറങ്ങി എങ്കിലേ അയാൾക്ക് അത്യാവശ്യം ഫിറ്റ്നസ് ഉണ്ടാവണം. ഈ ന്യൂസുകളൊക്കെ കാണുമ്പോൾ, അതിലെ വീഡിയോകളൊക്കെ സീനുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ ശരീരം ഫിറ്റ് തന്നെയാണെന്ന്. ഭക്ഷണം കുറച്ച് മെലിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ അരി ഭക്ഷണം മാത്രം ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇറച്ചി, മീൻ, മുട്ട, പാല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ വഴിയില്ല. ജയിലിൽ അതൊക്കെ കഴിക്കുന്നുണ്ടാവും ആള്. അപ്പൊ അത്യാവശ്യം ഫിറ്റാണ് ആള്. അല്ലെങ്കിൽ പിന്നെ ഇയാൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ അത് ആരാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. ഈ ഒരു ജയിൽ ചാട്ടം ജയിൽ സംവിധാനത്തിൽ പല വീഴ്ചകളും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. പേരിന് മാത്രമുള്ള ഒരു പെട്രോളിംഗ് ആണ് അതിൽ പ്രധാനം. പാടന്മാർ സെല്ലുകൾ പരിശോധിച്ച് പേരിന് മാത്രമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. വെളിച്ചമില്ലാത്ത സെല്ലുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഗോവിന്ദചാമി കിടന്ന സെല്ലിൽ വെളിച്ചം കുറവായിരുന്നെന്നും ഇത് അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം നൽകിയെന്നും പറയുന്നുണ്ട് വാർത്തകളിൽ. എളുപ്പത്തിൽ കിട്ടിയ ഒരു ആയുധവും ഇതിലൊരു കാരണമായിട്ടുണ്ട്. നിർമ്മാണ സ്ഥലത്ത് നിന്ന് ഹാക്സോ ബ്ലേഡ് കിട്ടിയത് എങ്ങനെയാണ്? അടുക്കളയിൽ ജോലി ചെയ്യുന്ന തടവുകാരൻ വഴിയാണെങ്കിൽ ജയിലിനുള്ള സാധനങ്ങളുടെ നിയന്ത്രണം എത്രമാത്രം ദുർബലമാണെന്ന് മനസ്സിലാക്കാം. തുണികളും ഡ്രമ്മുകളും പോലുള്ള സാധനങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞതും സുരക്ഷയിലെ പാളിച്ചയാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ CCTV ഒക്കെ എന്തിനാണെന്ന് പോലും അറിയില്ല. തത്സമയം ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാൻ കൂടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിരീക്ഷണം പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല എന്നല്ല ഇതിൽ വെളിവാക്കുന്നത്. തത്സമയം കണ്ടിട്ടില്ല. അതായത് ഇത് കാര്യം നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് കാണാനാണെങ്കിൽ എന്തുകൊണ്ടാണ് CCTVയുടെ അവിടെ ആവശ്യം എന്താ? അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? അധികാരികളുടെ അശ്രദ്ധ ഇതിലൊരു വലിയ കാര്യം തന്നെയാണ്. 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജയിലിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിരുന്നു ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്, ജയിലിന്റെ പുറമതിലിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലി അന്ന് പ്രവർത്തിച്ചിരുന്ന റിപ്പോർട്ടുകളുണ്ട്. ഇത് മനഃപൂർവ്വം ഓഫാക്കിയതാണോ അതോ കേടായതാണോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതുപോലെ ഈ ഫെൻസിങ്ങിൽ തൊടുമ്പോൾ സൈറൻ അടിക്കും എന്നുള്ള വാർത്തകളും കണ്ടിരുന്നു. ഇതൊന്നും ആ സമയത്ത് പ്രവർത്തിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മറ്റാരെങ്കിലും സഹായം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. എന്തായാലും പുറത്തുനിന്നുള്ള സഹായം അന്വേഷിച്ചേ പറ്റുള്ളൂ. ഗോവിന്ദചാമിക്ക് പുറത്തുനിന്നോ ജയിലിനുള്ളിൽ നിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഇയാള് ജയിലിൽ ചാടി. ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരാളാണ് ജയിലിൽ ചാടിയിട്ടുള്ളത്. കുറച്ചു നേരം നമ്മൾ കേരളത്തിലെ ജനങ്ങള് വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഇയാൾ ഇത്രയും വേഗം പിടികൂടണമെന്ന്. അതുപോലെ തന്നെ നടന്നു.
പക്ഷേ ജയിലിൽ ചാടിയതിനുള്ള, അതായത് ജയില് ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വരുന്നത്. ജയിലിൽ ചാടാമെന്നുള്ള ഒരു അവസ്ഥ, അതും ഒരു ഒറ്റ കൈയിനാണ് ചാടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ആളുടെ ന്യൂനത വെച്ചിട്ട് അയാൾക്ക് ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് ജയിലിന്റെ സുരക്ഷയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിനൊക്കെ ഉത്തരം പോലീസുകാർ കണ്ടെത്തട്ടെ. എന്തായാലും ബാക്കി നമുക്ക് അതിനുശേഷം സംസാരിക്കാം.